ഹലോ. പോണ്ടിച്ചേരി ഗവൺമെൻറ് വാഷ്റൂംസൊക്കെ എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തേക്കുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കിട്ടിയേക്കുന്നത്. ഇത് ട്രാഫിക് സിഗ്നൽ ലൈറ്റ്സ് ഉള്ളിടത്താണ്, വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഈ ടൂ വീലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ടൂ വീലേഴ്സ് മാത്രമല്ല, കാറിൽ പോകുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ബിക്കോസ് അമ്മാതിരി വെയില, ആ വെയിലത്ത് ആ ഒരു സാധനം കിട്ടുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ ഞങ്ങൾ പോയത് ഇത് സെറേനിറ്റി ബീച്ചോ അങ്ങനെ എന്തോ പറയുന്നൊരു ബീച്ചാണ്. ഇതും കുറച്ച് ഡിസ്റ്റൻറ്റിലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഉച്ച സമയത്ത് വന്നതുകൊണ്ട് ഇറങ്ങാൻ പോയിട്ട് കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ പോലും തോന്നിയില്ല. പിന്നെ ഈ പോണത് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ വെയിലത്താണെങ്കിലും അവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ആ ഒരു ഫീല് തോന്നത്തില്ല. സംഭവം നല്ല വെയിൽ തന്നെയാണ് കൊള്ളുന്നത്. അതിൻ്റെ എഫക്റ്റ് നമ്മുടെ റൂമിൽ ചെന്ന് മിറർ നോക്കുമ്പോൾ മനസ്സിലാവും വെയിൽ തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷെ നല്ല കാറ്റായിരുന്നു. കാറ്റിന് തണുപ്പില്ലെങ്കിലും ചൂടായിട്ട് നമുക്ക് തോന്നില്ലായിരുന്നു. പിന്നെ അതുമാത്രമല്ല, അവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കക്കകളുണ്ടായിരുന്നു. സോ കുറേ കക്കകളുണ്ടായിരുന്നു. അതും ഞാൻ കുറച്ചെടുത്ത് വാരിയിട്ടുണ്ട്, ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ടൂർ ഗൈഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളെ റൂമിൽ കൊണ്ടിറക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ. പിന്നെ ഞങ്ങൾ വന്നത് ഒരു മാള് കാണാനാണ്. ഇവിടെ ആകെയുള്ളൊരു മാളാണ്. പക്ഷെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്. എന്നാൽ പിന്നെ മൂന്നാഗ്രഹം പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ഇവിടുത്തെ മാള്, പ്രൊവിഡൻസ് മാൾ. അത്യാവശ്യം ബിഗാണ്. നമ്മുടെ പോലെ തന്നെ അത്യാവശ്യം എല്ലാ കടകളും ഉണ്ട്. മാക്സും ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. കാരണം ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതായതുകൊണ്ട് സെയിം എനിക്കങ്ങനെ വേറൊരു സ്ഥലത്താണെന്നൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര ഒരു സൈസൊന്നുമില്ല. ലൈക്ക് ട്രിവാൻഡ്രം മാൾ ലൈക്ക് ലുലു മാൾസ് ഒന്നും കാണുന്ന പോലെ അത്രയ്ക്ക് വലുതല്ലെങ്കിലും ഇറ്റ് ഹാസ് എവറിത്തിങ്. പിന്നെ ഇവിടെ ആകെ ലാഭമായിട്ട് തോന്നിയത് ഫ്രണ്ടിൽ തന്നെ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഐസ്ക്രീംസ് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് ബാക്കിയൊക്കെ തീ പൊള്ളുന്ന റേറ്റ് തന്നെയാണ്. ഞങ്ങൾ ആദ്യം കുറേ മാക്സിലും ട്രെൻഡ്സിലൊക്കെ കയറി നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് എടുത്തൊന്നുമില്ല. പിന്നെ വെറുതെ നടക്കാൻ ടൈം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതും ഞങ്ങൾ പോയത് ഷെയർ ഓട്ടോയിൽ തന്നെയാണ്. ഈ ഷെയർ ഓട്ടോ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ കയ്യിലത്തെ പൈസ പോകണത് അറിയില്ലായിരുന്നു. ഇത് ശരിക്കും ഒരു ലൈഫ് സേവറാണ്. ഇവിടെയുള്ള പീപ്പിൾസിനാണെങ്കിലും ഈവൻ ടൂറിസ്റ്റിനാണെങ്കിലും ആരോടാണെങ്കിലും ഒരു 10 രൂപ തന്നെ വാങ്ങിക്കുള്ളൂ. ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും. പിന്നെ ഇത് സിറ്റിയുടെ പുറത്തേക്ക് അങ്ങോട്ട് പോകത്തൊന്നുമില്ല. സോ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം നല്ല റൂമാണ്. ബട്ട് ഈവൻ ദിസ് കോസ്റ്റഡ് അസ് 3000 അറൗണ്ട്. ബട്ട് ഓക്കെ AC ഒക്കെ ഉണ്ട്. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ബാക്ക്. ഇതാണ് നമ്മുടെ വണ്ടി. ദാറ്റ്സ് ഇറ്റ്. ബൈ ആൻഡ് വി റീച്ച്ഡ് സേഫ്ലി ബാക്ക് ടു കേരള.